ഹായ് ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവാടെ കുറച്ച് ടോയ്സുകളാണ്. ഇവാടെ മാത്രമല്ല എൻ്റെ ടോയ് കൂടിയാണ്. എൻ്റെ ടോയ് ആണ് ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന അനബെല്ല. അനബെല്ല എന്ന് പേര് വരാൻ കാരണം മൊത്തം കറകളാണ് കേട്ടോ. ഇതെനിക്ക് കൈ കിട്ടിയ സമയത്ത് ഇതിന് മൊത്തം കറകളായിരുന്നു. എനിക്ക് പാവയൊന്നും വാങ്ങാനായിട്ട് അന്ന് പൈസ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ ഒരു ആൻറ്റിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന പാവയാണ്. ഞാനത് ബലമായി തട്ടിപ്പറിച്ചെടുത്തതാണ്. ആ പാവ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അത്രയും സൂക്ഷിച്ചാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മുഖത്ത് പാട് പോവാനായിട്ട്, അതായത് ഈ കറ പോവാനായിട്ടുള്ള ഹാക്ക് അറിയാമെങ്കിൽ എനിക്കിന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതെന്തോ ഒരു പേനമഷി പോലത്തെ മഷിയാണ്. അത് ഞാൻ എന്തോരം ചെയ്തിട്ടും അത് പോയില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കും മനുഷ്യരുടെ വീഡിയോ തന്നെ കാണാൻ സമയമില്ല, അതിൻ്റെ ഇടയ്ക്കാണോ ഈ ജീവനില്ലാത്ത പാവകളുടെ കേട്ടോ. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമ്മൾ ഈ പാവകളൊന്നും പെട്ടെന്ന് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു അല്ലേ. ഒരു സമയത്ത് നമുക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു ഇത് വാങ്ങാനായിട്ട്. ആ ടൈമിലൊക്കെ പറമ്പിലൊക്കെ കിടക്കുന്ന പാവകളെ കൊണ്ടുവന്ന് അതൊക്കെ കഴുകി വൃത്തിയാക്കി തുന്നി കൂട്ടിയൊക്കെയാണ് ഞാൻ കൊണ്ടു കിടന്നിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനൊക്കെ ഭയങ്കര വിലയാട്ടോ. അതുകൊണ്ട് ഈ വാക്ക് കളിക്കാൻ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും ഞാൻ വളരെ സൂക്ഷിച്ചേ കൊണ്ടുനടക്കാറുള്ളൂ. എന്നാലും നമ്മൾ കാണാണ്ടൊക്കെ ഒന്ന് എറിഞ്ഞു പൊട്ടിച്ച് കണ്ണൊക്കെ കുറേ എണ്ണത്തിൻ്റെ കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ടോയ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മീഷോയിൽ നിന്ന് ഇത് ഈവാടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബ്രദർ ഗിഫ്റ്റ് ചെയ്താട്ടോ. എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തതാണ്. ഭയങ്കര രസമായിട്ട് ഇത് കാണാനായിട്ട്. പിള്ളേർ ഇങ്ങനെ നോക്കിയിരുന്നോളും, കുറേ നേരം നോക്കിയിരുന്നോളും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ താറാവിനൊക്കെ എടുത്ത് ഒരൊറ്റ കറിയും, എന്നാലും നോക്കിയിരുന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ ഇത് പിന്നെ സ്മോൾ ഡക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു താറാവ് സ്മൂത്ത്സ്, ഇവരൊക്കെ നിങ്ങൾ മുന്നേറ്റുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ പല വീഡിയോസ് ചെയ്തപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പിന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. ഈ ടോയൊക്കെ എൻ്റെ തന്നെയാണ് കേട്ടോ. ഞാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഒന്നും കളയാണ്ട് സൂക്ഷിച്ച കാരണം ഇപ്പോൾ ഈ വാക്കും ഇത് ഉപയോഗിക്കാം അല്ലേ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം നമ്മൾ നശിപ്പിക്കാണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മാത്രമല്ല, നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്കും കൊടുക്കാനായിട്ട് ഓരോ ഗിഫ്റ്റുകളായിട്ട് വയ്ക്കാം. ഇതൊക്കെ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ വാങ്ങുന്ന സാധനങ്ങളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ചെണ്ട കൊട്ടണ ഈ താറാവും പൂച്ചയൊക്കെ ആ സമയത്ത് പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈവ പോലും കണ്ടിട്ടുണ്ടാവില്ല ഈ പാവകൾ മൊത്തം. ഞാൻ ചെറിയ കുറച്ചേശായിട്ടാണ് കൊടുക്കുന്നത് കളിക്കാനായിട്ട്. അതും ഒരെണ്ണം അടുത്ത് കഴിയുമ്പോൾ അടുത്ത് കൊടുക്കും. അങ്ങനെയാണ് കണ്ടോ. ഈവാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, താറാവിനെ ഇങ്ങനെ നോക്കി ഇരിക്കുക ആൾ. അത്ര ക്യൂട്ടാണത്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മടുക്കും. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക, കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഞാൻ 1-1.5 മാസം കൂടുമ്പോൾ ചിലപ്പോൾ ഈ പാവകളെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കിയിട്ടൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. പിള്ളേർ യൂസ് ചെയ്യണല്ലേ. പിന്നെ ഈ കാണുന്നത് ഭൂരിഭാഗവും ഈവാടെ ഒന്നാമത്തെ പിറന്നാളിന് കിട്ടിയതാട്ടോ. എല്ലാം തന്നെ ബർത്ത്ഡേക്കും ഒക്കെ ഓരോരുത്തരായിട്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.